പ്രോബ്ലം കൊണ്ട് മാത്രമല്ല സഹിക്കാൻ പറ്റാത്ത നടുവേദന വരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാറുണ്ട്. പക്ഷെ നടുവേദന സഹിക്കാൻ പറ്റാത്തൊരു നടുവേദന എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ എൻ്റെ നടു പോയി, ഡിസ്കൊക്കെ തകർന്നു പോയി എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്രഷൻ ഉണ്ടാവില്ല, സ്ലിപ്പ് ഡിസ്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ജോയിന്റ്സിനൊന്നും ഒരു ഡാമേജ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത നടുവേദന ആയിട്ടായിരിക്കും. നമുക്കൊന്ന് കുനിയാൻ പറ്റുന്നില്ല, ഒരു വെയിറ്റ് പൊക്കാൻ പറ്റുന്നില്ല, കുറച്ചു നേരം അധികം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവിന് നല്ലൊരു വേദന, അങ്ങനെയൊക്കെ സഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അക്യൂട്ട് മെക്കാനിക്കൽ ലോ ബാക്ക് പെയിൻ അയക്കാനായിട്ടാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇതിന്റെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. റീഒക്കറൻസ് ഒക്കെ തടഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു അസുഖം തന്നെയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നടുവേദനയൊക്കെ മാറ്റി നോർമൽ ലൈഫിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നടുവേദന സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്? അതായത് കുറേ നേരം നിൽക്കുമ്പോൾ, അതുപോലെ തന്നെ ഹെവി ഒബ്ജക്ട്സ് ഒക്കെ പൊക്കുന്നവർക്ക്, പുവർ പോസ്ചർ, ഇരിക്കുന്ന രീതിയൊക്കെ ശരിയില്ലാത്തവർക്കാണ് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കേണ്ട എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വേദന, നടുവേദന നിങ്ങളുടെ കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തരിപ്പ്, കാലിലേക്കൊക്കെ തരിപ്പ് വരുന്നുണ്ടെങ്കിൽ, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അവരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അസുഖം എന്താണെന്ന് ഉടനെ തന്നെ കണ്ടെത്തിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. ചില ആൾക്കാർ ഇങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ ഇത് സ്ഥിരമായിട്ടുണ്ടാവില്ല, ഒക്കേഷണലി വല്ലപ്പോഴും നിങ്ങൾ കൂടുതൽ നേരം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി വെയിറ്റ് പൊക്കുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ ഈ നടുവേദന വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ സാധാരണ ഒരു ഒരു ഫോർ ദ ടൈം ബീങ് എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് ചെയ്യാതെ ശരിക്കായിട്ട് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതിലും നടുവേദനയായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആയുഷ്കാമി ആയുർവേദയിൽ കോൺടാക്ട് ചെയ്യുക. സേവനം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. താങ്ക് യു.